1980 ഭാഷാ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച പോരാളികളുടെ കബറിടങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ പരിപാടികളും നടത്തി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും റമദാൻ 17-നാണ് സംഘടിപ്പിക്കാറുള്ളത്. 1980 അന്നത്തെ നായനാർ സർക്കാർ നടപ്പിലാക്കിയ ഭാഷാവിരുദ്ധ നയങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടത്തിനിടെയാണ് മജീദ്, റഹ്മാൻ, കുഞ്ഞിപ്പ എന്നീ 3 യൂത്ത് ലീഗ് പ്രവർത്തകർ രക്തസാക്ഷികളായത്. അറബി ഉൾപ്പെടെയുള്ള ഭാഷകളെ കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ കൊണ്ടുവന്ന അക്കൊമഡേഷൻ, ഡിക്ലറേഷൻ, ക്വാളിഫിക്കേഷൻ എന്നീ കരിനിയമങ്ങൾക്കെതിരെയായിരുന്നു പ്രതിഷേധം. മലപ്പുറം കളക്ടറേറ്റ് ഉപരോധ സമരത്തിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് നടത്തിയ വെടിവയ്പിലാണ് 3 യുവജന നേതാക്കളും രക്തസാക്ഷികളായത്. ശക്തമായ യുവജന പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ സർക്കാരിന് കരിനിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. സങ്കുചിത താൽപര്യങ്ങളോട് കൂടി കൊണ്ടുവന്ന 3 കരിനിയമങ്ങളും പിൻവലിച്ചതിന് ശേഷമാണ് മുസ്ലിം യൂത്ത് ലീഗ് സമരത്തിൽ നിന്നും പിന്മാറിയത്. മലപ്പുറത്ത് മജീദിന്റെ കബറിടത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. MLA-മാരായ KPA മജീദ്, TV ഇബ്രാഹിം, P ഉബൈദുള്ള, മുസ്ലിം ലീഗ് നേതാക്കന്മാരായ അബ്ദുറഹ്മാൻ രണ്ടത്താണി, നൌഷാദ് മണ്ണിശ്ശേരി, PK ബാവ തുടങ്ങിയവരും സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.